ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മിക്ക് PSC. നമ്മളിന്ന് ചെയ്യുന്ന വീഡിയോ എന്ന് പറഞ്ഞാൽ കേരള PSC സെപ്റ്റംബർ 15 നടത്താൻ ഉദ്ദേശിക്കുന്ന എക്സാം, അതായത് ക്യാംകോയുടെ ടെക്നിക്കൽ അസിസ്റ്റൻ്റ് എന്ന് പറഞ്ഞ എക്സാമിനേഷൻ്റെ പ്രിപ്പറേഷൻ ബേസ് ചെയ്തിട്ടാണ്. അപ്പോൾ ഇന്ന് ചെയ്യുന്നത് ഓട്ടോമൊബൈൽ എഞ്ചിനീയറിങ്ങിൻ്റെ 4ാമത്തെ പാർട്ടാണ്. ഇതുവരെ 3 പാർട്ട് ചെയ്തിട്ടുണ്ട്, ഇന്ന് 4ാമത്തെ പാർട്ടാണ് ചെയ്തത്. ഓക്കെ, അപ്പോൾ ഇതുവരെ ചെയ്ത 3 പാർട്ടിൻ്റെ ലിങ്ക് ഞാൻ ഈ ഒരു വീഡിയോയിലൂടെ ഷെയർ ചെയ്യാം. അപ്പോൾ നിങ്ങൾ അതും കൂടെ കാണുക, അതിനുശേഷം 4ാമത്തെ പാർട്ട് കാണാം. ഓക്കെ, നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി അങ്ങോട്ടുള്ള വീഡിയോസ് അങ്ങനെ കണ്ടിന്യൂഷനായിട്ട് നിങ്ങൾക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നതാണ്. ഓക്കെ, നമുക്ക് ആകെ കുറച്ച് ദിവസം കൂടെ ഉള്ളൂ. അതിനൊക്കെ ഒരുപാട് വീഡിയോകൾ നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ കണ്ടിന്യൂഷൻ കിട്ടണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ കിട്ടണമെങ്കിൽ ബെൽ ഐക്കണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് നോക്കുക. ഓക്കെ, സോ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. സോ ദ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ദ കമ്പോണൻസ് ഓഫ് എൻ ഓട്ടോമൊബൈൽ ട്രാൻസ്മിഷൻ സിസ്റ്റം that facilitate the drive to turn at right angles are planet pinion and sun gear, bevel pinion and sun gear, crown wheel and sun gear, bevel pinion and crown wheel. കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ്, ബിവൽ പിനിയൻ ആൻഡ് ക്രൗൺ വീൽ. ഓക്കെ, ബിവൽ പിനിയൻ ആൻഡ് ക്രൗൺ വീൽ. നമുക്ക് ഡിഫറൻഷ്യൽ യൂണിറ്റ് ഒന്ന് നോക്കാം. ഇപ്പോൾ ഡിഫറൻഷ്യൽ യൂണിറ്റിൽ നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു ഗ്രീൻ കളറിൽ കാണുന്ന ഗിയർ, അതാണ് നമുക്ക് ട്രാൻസ്മിഷൻ എന്ന് വരുന്നത്. ട്രാൻസ്മിഷൻ എന്ന് പറഞ്ഞാൽ ക്രാങ്ക് ഷാഫ്റ്റ് കഴിഞ്ഞ് ഫ്ലൈ വീല് കഴിഞ്ഞ് ക്ലച്ചും എല്ലാം കഴിഞ്ഞിട്ട് നമുക്ക് ഈ വീലിലേക്ക് വരുന്ന ഒരു ഷാഫ്റ്റാണ് ഈ ഒരു ഗ്രീൻ കളറിൽ കാണുന്നത്. ആ ബിവൽ പിനിയൻ മെഷ് ചെയ്യുന്നത് ക്രൗൺ വീലായിട്ടാണ്. ഓക്കെ, അപ്പോൾ ഇങ്ങനൊരു മെഷിങ് വരുമ്പോൾ എന്ത് സംഭവിക്കും? ഈ എ എന്ന് പറഞ്ഞ ആക്സിസ് നിന്ന് ബി എന്ന് പറഞ്ഞ ആക്സിസിലേക്ക് ഒരു പവർ ട്രാൻസ്ഫർ നടക്കും. അതിങ്ങനെ റൈറ്റ് ആംഗിളിൽ നടക്കും. അപ്പോൾ എങ്ങനെയാണ് വരുന്നത്? ബിവൽ പിനിയൻ ക്രൗൺ വീലിലേക്കാണ് റൈറ്റ് ആംഗിളിൽ പവർ ട്രാൻസ്മിറ്റ് ആവുന്നത്. ഓക്കെ, so the second question, all types of rear live axles have to take torque reaction, driving torque, weight of the vehicle, all of the above. അതിൻ്റെ കറക്റ്റ് ആൻസർ എന്ന് പറഞ്ഞാൽ ഡ്രൈവിംഗ് ടോർക്കാണ്. റിയർ ലൈവ് ആക്സിൽസ് എടുക്കുന്നത് ഡ്രൈവിംഗ് ടോർക്കാണ്. നമുക്കെങ്ങനെ നോക്കാം? ലൈവ് ആക്സിൽ is the one through which power is transmitted to the wheels. Dead axle is the axle which only supports the wheel. ഇപ്പോൾ ലൈവ് ആക്സിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീലിലേക്ക് പവർ ട്രാൻസ്മിറ്റ് ചെയ്യുന്ന ആക്സിലാണെങ്കിൽ, ഡെഡ് ആക്സിൽ എന്ന് പറഞ്ഞാൽ അത് വീലിന് സപ്പോർട്ട് മാത്രം ചെയ്യുന്ന ആക്സിലാണ്. ശ്രദ്ധിക്കണം, രണ്ടും തമ്മിൽ നല്ല വ്യത്യാസമുണ്ട്. ലൈവ് ആക്സിൽ എന്ന് പറഞ്ഞാൽ വീലിലേക്ക് പവർ ട്രാൻസ്മിഷൻ, റൊട്ടേഷൻ ഉണ്ടാകും. ഡെഡ് ആക്സിൽ റൊട്ടേറ്റ് ചെയ്യില്ല, അത് വീലിനെ സപ്പോർട്ട് ചെയ്യാൻ മാത്രമേ ഉള്ളൂ. നമുക്കതിൻ്റെ ഫിഗറിലോട്ടൊന്ന് പോകാം. ഇപ്പോൾ ഇതാണ് ലൈവ് ആക്സിൽ. ഇപ്പോൾ ലൈവ് ആക്സിലിൽ ഇവിടെ ഞാൻ ആരോ മാർക്കിട്ട് കാണിച്ചിട്ടുണ്ട്, കണ്ടോ? ഈ ഒരു ചുവപ്പ് ആരോ മാർക്കിട്ട് കാണിച്ച് ഇതാണ് ലൈവ് ആക്സിൽ. അത് പറഞ്ഞാൽ അത് റൊട്ടേറ്റ് ചെയ്യും, റൊട്ടേറ്റ് ചെയ്ത് വീലിനെ റൊട്ടേറ്റ് ചെയ്യിപ്പിക്കും. അതാണ് ലൈവ്. അതുകൊണ്ടാണ് അതിനെ ലൈവ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, തിരിയുന്നത് കൊണ്ടാണ് ലൈവ് എന്ന് വിളിക്കുന്നത്. ഡെഡ് ആക്സിൽ എന്ന് പറഞ്ഞാൽ ഇറ്റ് ജസ്റ്റ് സപ്പോർട്ട് ദ വീൽസ്. ഓക്കെ, ആ സസ്പെൻഷനും വീലിൻ്റെ ആ ഒരു ബേസിനും അത് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് എന്ന് മാത്രമേ ഉള്ളൂ, അത് റൊട്ടേറ്റ് ചെയ്യില്ല. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റിനിൽ പോവാം. വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് കൺസിഡേർഡ് ഫോർ കാൽക്കുലേറ്റിംഗ് ദി അൺസ്പ്രങ് വെയ്റ്റ്? സ്റ്റിയറിംഗ് നക്കിൾ, ബ്രേക്സ്, ആക്സിൽസ്, ചേസിസ് ഫ്രെയിം. അതിൻ്റെ കറക്റ്റ് ആൻസർ വരുന്നത് ചേസിസ് ഫ്രെയിമാണ്. അൺസ്പ്രങ് വെയ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നതിൽ കൺസിഡർ ചെയ്യാത്ത എലമെൻറ്റ് ഏതാണെന്നാണ് ചോദിക്കുന്നത്. അതിൻ്റെ ആൻസർ ചേസിസ് ഫ്രെയിമാണ്. അപ്പോൾ നമുക്ക് എന്താ അറിയണം? സ്പ്രങ് വെയ്റ്റ് അറിയണം, അൺസ്പ്രങ് വെയ്റ്റ് അറിയണം, അല്ലേ? അപ്പോൾ നമുക്ക് നോക്കാം. സ്പ്രങ് വെയ്റ്റ് എന്ന് പറഞ്ഞാൽ ഇറ്റ് റിഫേഴ്സ് ടു വെഹിക്കിൾ പാർട്ട് സപ്പോർട്ടഡ് ഓൺ സസ്പെൻഷൻ സിസ്റ്റം സച്ച് ആസ് ബോഡി, ഫ്രെയിം, എഞ്ചിൻ, ഇൻറ്റേർണൽ കമ്പോണൻസ്, പാസഞ്ചേഴ്സ് ആൻഡ് കാർഗോ. ഓക്കെ, അപ്പോൾ ഫുള്ളി അസംബിൾ ചെയ്യാത്ത വെഹിക്കിൾസൊക്കെ നമുക്ക് റോട്ടിൽ കാണാം, അല്ലേ? അതിൻ്റെ ചേസസ് മാത്രമായിട്ട് വരുന്നത്. ഇപ്പോൾ ചേസസിൻ്റെ മുകളിലുള്ള എലമെൻറ്റ്സ് അതാണ് ഈ കാണുന്നത്. ഫ്രെയിം, ബോഡി, എൻജിൻ, ഇൻറ്റേർണൽ കമ്പോണൻസ്, ഈ സാധനങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ എന്താണ്? സ്പ്രങ് വെയ്റ്റ്. അതിൻ്റെ വെയിറ്റ് മൊത്തം വരുന്നത് എന്താണ്? സ്പ്രങ് വെയിറ്റ് ആണ്. പാസഞ്ചേഴ്സ്, കാർഗോ എല്ലാം അടക്കം വരുന്നത് സ്പ്രങ് വെയിറ്റ് ആണ്. അൺസ്പ്രങ് വെയിറ്റ് എന്ന് പറഞ്ഞാൽ റോഡായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള സാധനങ്ങൾ, അതായത് വീൽസ്, ടയേഴ്സ്, ബ്രേക്ക് അസംബ്ലീസ്, അതൊക്കെയാണ് അൺസ്പ്രങ് വെയിറ്റിൽ ഉണ്ടാവുക. സോ അൺസ്പ്രങ് വെയിറ്റിൽ എന്തുണ്ടാവില്ല? ഫ്രെയിം ഉണ്ടാവില്ല. അതാണ് ഇവിടുത്തെ ചോദ്യം. നമുക്കിതിൻ്റെ ഒരു ഫിഗർ ഇവിടെ തന്നിട്ടുണ്ട്. ഇത് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. സ്പ്രങ് വെയിറ്റ് എന്നാൽ മുകളിലുള്ള എലമെൻറ്റ്, അതാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഇവിടെ സസ്പെൻഷൻ്റെ മുകളിലുള്ള സാധനങ്ങൾ, അതാണ് സ്പ്രങ് വെയിറ്റ്. അൺസ്പ്രങ് വെയിറ്റ് എന്ന് പറഞ്ഞാൽ റോഡിലേക്ക് റിലേറ്റ് ചെയ്തിട്ടുള്ള സാധനങ്ങൾ. ഇപ്പോൾ ടയർ കംപ്രഷന് അൺസ്പ്രങ് വെയിറ്റ്, പിന്നെ ഇവിടുത്തെ ബ്രേക്ക് അസംബ്ലീസ്, ഇങ്ങനത്തെ എല്ലാ കാര്യങ്ങളും അൺസ്പ്രങ് വെയിറ്റിലാണ് വരിക. ഓക്കെ, so next question, coil spring used for automobile suspension system can withstand shear stress and torque reaction, shear stress and side thrust, bending stress and side thrust, bending and shear stress.
അതിൻ്റെ കറക്റ്റ് ആൻസർ വരുന്നത് ബെൻഡിങ്ങും ഷിയർ സ്ട്രെസ്സും കൂടെയുള്ള ഒരു കോമ്പിനേഷനാണ്. ഓക്കെ, ബെൻഡിങ് ആൻഡ് ഷിയർ സ്ട്രെസ്. ഇപ്പോൾ ഒരു ഓട്ടോമൊബൈൽ സസ്പെൻഷനിലെ കോയിൽ സ്പ്രിങ് വിത്ത്സ്റ്റാൻഡ് ചെയ്യുന്നത് ബെൻഡിങ് സ്ട്രെസ്സും ഷിയർ സ്ട്രെസ്സും കൂടിയുള്ള ഒരു കോമ്പിനേഷനാണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ഇൻ എ മാക്ഫേഴ്സൺ സ്ട്രട്ട് ടൈപ്പ് ഓഫ് ഇൻഡിപെൻഡൻറ്റ് സസ്പെൻഷൻ ദ കോയിൽ സ്പ്രിങ് ഈസ് അറേഞ്ച്ഡ്. അതിൻ്റെ ഓപ്ഷൻസ് വരുന്നത് ബിറ്റ്വീൻ ദ ലോവർ വിഷ് ബോൺ ആൻഡ് ക്രോസ് മെമ്പർ, ബിറ്റ്വീൻ ദ ലോവർ വിഷ് ബോൺ ആൻഡ് സ്ട്രറ്റ്, ബിറ്റ്വീൻ ദ സ്ട്രറ്റ് ആൻഡ് ക്രോസ് മെമ്പർ, ഓൺ എ സ്ട്രറ്റ് ക്യാരിങ് ദി ഷോക്ക് അബ്സോർബർ. ഇപ്പോൾ മാക്ഫേഴ്സൺ സ്ട്രറ്റ് ടൈപ്പ് ഓഫ് ഇൻഡിപെൻഡൻറ്റ് സസ്പെൻഷനിൽ കോയിൽ സ്പ്രിങ് എവിടെയാണ് വെച്ചിരിക്കുന്നത് എന്നാണ് ചോദ്യം. അതിൻ്റെ കറക്റ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ്, ഓൺ എ സ്ട്രറ്റ് ക്യാരിങ് ഷോക്ക് അബ്സോർബർ. ഷോക്ക് അബ്സോർബർ ക്യാരി ചെയ്തിട്ട് സ്ട്രറ്റിലാണ് ഈ കോയിൽ സ്പ്രിങ് അറേഞ്ച് ചെയ്തത്. നമുക്ക് ആ ഫിഗർ ജസ്റ്റ് ഒന്ന് നോക്കാം, ഇപ്പോൾ നിങ്ങളുടെ മനസ്സിലത് നിൽക്കും. ഇപ്പോൾ ഈ ഒരു ഫിഗറിൽ ഇതുണ്ട്, ഈ ഷോക്ക് അബ്സോർബറാണ് ഈ സാധനം. ഓക്കെ, അതിൻ്റെ ഒരു ക്രോസ് സെക്ഷൻ വ്യൂ ആണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഇതാണ് ഈ ഒരു ഇൻക്ലൈൻഡ് ആയിട്ടുള്ള ഒരു മെമ്പറാണ് നമ്മൾ സ്ട്രറ്റ് എന്ന് പറയുന്നത്. ഇപ്പോൾ സ്ട്രറ്റ് എന്ന് പറയുന്നത് സ്ട്രറ്റിൻ്റെ മുകളിലാണ് എന്ത് വെച്ചിരിക്കുന്നത്, ഇവിടെ കോയിൽസ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഈ ഒരു സ്ട്രറ്റിന് ഒരു നീല കളറിലുള്ള സാധനമാണ് സ്ട്രറ്റ്. സ്ട്രറ്റിൻ്റെ മുകളിലാണ് കോയിൽ സ്പ്രിങ്സ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ഇതാണ് മാക്ഫേഴ്സൺ സ്ട്രറ്റ് ഫ്രണ്ട് സസ്പെൻഷൻ സിസ്റ്റം. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇൻ എ റിവേർട്ടഡ് എലിയട്ട് ടൈപ്പ് സ്റ്റബ് ആക്സിൽ ദ കിങ് പിൻ ഇസ് ലോക്ക്ഡ് ടു ദി സ്റ്റബ് ആക്സിൽ, ഫ്രണ്ട് ആക്സിൽ, ത്രസ്റ്റ് വാഷർ ആൻഡ് ഫ്രണ്ട് ആക്സിൽ. അപ്പോൾ ഇവിടെ കറക്റ്റ് ആൻസർ ഇല്ല. ഇപ്പോൾ സ്റ്റബ് ആക്സിലോ ഫ്രണ്ട് ആക്സിലോ ത്രസ്റ്റ് വാഷറിലോ ഫ്രണ്ട് ആക്സിലോ അല്ല ഈ കിങ് പിൻ ലോക്ക് ചെയ്തിരിക്കുന്നത്. എങ്ങനെയാണ് ഇതിൻ്റെ സിസ്റ്റം നോക്കാം. ഇതിൻ്റെ ഒരു ഫിഗറാണ് ഇവിടെ കാണിച്ചിരുന്നത്. ഇതിൻ്റെ ഒരു ക്വാർട്ടർ പിന്ന് വെച്ചിട്ടാണ് നമ്മൾ കിങ് പിന്ന് ഈ ലോക്ക് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു ഓപ്ഷൻ നമുക്കിവിടെ ഇല്ല. അതുകൊണ്ടാണ് കറക്റ്റ് ആൻസർ എക്സ് ആക്കി PSC കാണിച്ചിരിക്കുന്നത്. ഓക്കെ, ഇവിടെ ഒരു ക്വാർട്ടർ പിന്നിൻ്റെ സഹായത്താലാണ് ഇവിടെ കിങ് പിന്ന് വെച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് ഇവിടെ കറക്റ്റ് ആൻസർ ഇല്ലാത്തത്. അടുത്ത ക്വസ്റ്റ്യനിൽ പോവാം. Ackerman's steering mechanism is popularly employed to steer the front wheels because it gives correct steering at all steering positions. It is a simple mechanism. It ensures effortless steering. All of the above. അതിൻ്റെ കറക്റ്റ് ആൻസർ വരുന്നത് ഇറ്റ് ഈസ് എ സിമ്പിൾ മെക്കാനിസം ആണ്. ഓക്കെ, അതിൻ്റെ ഒരു ഫിഗർ ഒന്ന് നോക്കാം നമുക്ക്. അക്കർമാൻ സ്റ്റിയറിംഗ് മെക്കാനിസം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഉണ്ടാവുക. അപ്പോൾ ഇവിടെ നമുക്ക് റിയർ വീൽസ് ഉണ്ടാവും, ഇവിടെ ഫ്രണ്ട് വീൽസ് ഉണ്ടാവും. ഇത് സ്റ്റിയർ ചെയ്യുമ്പോൾ ഒരു സെൻറ്റർ ബേസ് ചെയ്തിട്ടാണ് ഇതിനെ സ്റ്റിയർ ചെയ്യുന്നത്. ഓക്കെ, ഇതാണ് ഒരു ആക്കർമാൻ സ്റ്റിയറിംഗ് മെക്കാനിസം എന്ന് പറയുന്നത്. ഈ ഒരു ലിങ്ക് വെച്ചിട്ടാണ് ഒരു ആക്കർമാൻ സ്റ്റിയറിംഗ് മെക്കാനിസം വർക്ക് ചെയ്യുന്നത്. അതൊരു സിമ്പിൾ മെക്കാനിസം ആണ്. ഓക്കെ, അതുകൊണ്ടാണ് അത് പോപ്പുലർലി യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റിലേക്ക് പോവാം. വിച്ച് സ്റ്റേറ്റ്മെൻറ്റ് ഇസ് ട്രൂ ഇൻ ദി കോണ്ടെക്സ്റ്റ് ഓഫ് എ ടോർക്ക് ട്യൂബ് ടൈപ്പ് റിയർ ആക്സിൽ ഡ്രൈവ്? സൈഡ് ത്രസ്റ്റ് ഇസ് ടേക്കൺ ബൈ ദി ടോർക്ക് ട്യൂബ്. No universal joint is required. No slip joint is required. No shackle is required. അതിൻ്റെ കറക്റ്റ് ആൻസർ നോ സ്ലിപ്പ് ജോയിൻറ്റ് ഇസ് റിക്വയർഡ് എന്നാണ്. അപ്പോൾ നമുക്ക് ആ ടോർക്ക് ട്യൂബ് ടൈപ്പ് റിയർ ആക്സൽ ഡ്രൈവിൻ്റെ ഫിഗർ ജസ്റ്റ് നോക്കാം. ഇതാണ് ഈ താഴെ കാണുന്നതാണ് ടോർക്ക് ട്യൂബ് ഡ്രൈവ്. ഓക്കെ, താഴെ കാണുന്നതാണ് ടോർക്ക് ട്യൂബ് ഡ്രൈവ്. തൊട്ട് മേലെ കാണുന്നത് സാധാരണ നമ്മൾ യൂസ് ചെയ്യുന്ന ഡ്രൈവാണ്. റിയർ ആക്സൽസ് ഡ്രൈവ്സ് ആണ് നമുക്കിവിടെ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ഈ ഒരു ഭാഗത്ത് ഓക്കെ സ്ലിപ്പ് ജോയിൻറ്റ് സ്പ്ലൈൻ എന്ന് കണ്ടില്ല നിങ്ങളിവിടെ, അതിൻ്റെ ഉള്ളിലേക്കാണ് നമ്മൾ സ്ലിപ്പ് ജോയിൻറ്റ്, ഈ മുകളിൽ കാണുന്ന സ്ലിപ്പ് ജോയിൻറ്റ് ഇൻസേർട്ട് ചെയ്യുന്നത്. ഓക്കെ, ഇവിടെ ഫിക്സഡ് യോക്കാണ്, ഇവിടെയാണ് നമുക്ക് സ്ലിപ്പ് ജോയിൻറ്റ് നമ്മൾ ഇൻസേർട്ട് ചെയ്യുന്നത്. സോ നമുക്കൊരു സാധാരണ ഒരു ജനറൽ റിയർ ആക്സൽ ഡ്രൈവ്സിലൊക്കെ നമ്മൾ സ്ലിപ്പ് ജോയിൻറ്റ്സ് യൂസ് ചെയ്യാറുണ്ട്. പക്ഷെ നമ്മൾ ഇവിടെ യൂസ് ചെയ്യുന്നത് ഷാക്കിളാണ്. ഈ ടോർക്ക് ട്യൂബ് ഡ്രൈവിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് ഒരു ലാമിനേറ്റഡ് സ്പ്രിങ് പ്ലസ് ഷാക്കിൾ അറേഞ്ച്മെൻ്റ് ആണ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് അവിടെ സ്ലിപ്പ് ജോയിൻറ്റ്സ് യൂസ് ചെയ്യാറില്ല. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ഇസ് നോട്ട് ആൻ അഡ്വാൻറ്റേജ് ഓഫ് ലോ ആസ്പെക്ട് റേഷ്യോ ടയേഴ്സ്? കംഫർട്ടബിൾ റൈഡ്, ബെറ്റർ ലോഡ് ക്യാരിയിങ് കപ്പാസിറ്റി, ലെസ് വെയർ, ഹൈ കോർണറിങ് പവർ. അതിൻ്റെ കറക്റ്റ് ആൻസർ വരുന്നത് കംഫർട്ടബിൾ റൈഡാണ്. അതായത് ലോ ആസ്പെക്ട് റേഷ്യോ ടയേഴ്സിൻ്റെ അഡ്വാൻറ്റേജ് അല്ലാത്തത് എന്താണ് എന്നാണ് ചോദ്യം. കംഫർട്ടബിൾ റൈഡാണ് അതിൻ്റെ അഡ്വാൻറ്റേജ് അല്ലാത്തത്. അത് ഒരു അൺകംഫർട്ടബിൾ റൈഡായിരിക്കും ലോ ആസ്പെക്ട് റേഷ്യോ ടയേഴ്സിന് ഉണ്ടാവുക. അപ്പോൾ നമുക്ക് നോക്കാം, ഈ ആസ്പെക്ട് റേഷ്യോ എന്ന് പറഞ്ഞാൽ എന്താ? അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യനാണ് ആസ്പെക്ട് റേഷ്യോ. ഓക്കെ, 2 പ്രാവശ്യം ഓട്ടോമൊബൈൽ വിഭാഗത്തിൽ നിന്ന് 2 പ്രാവശ്യം ഞാൻ കണ്ടിട്ടുണ്ട് ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ. എന്താണ് ആസ്പെക്ട് റേഷ്യോ? നമുക്ക് നോക്കാം. ഇതാണ് ഒരു ടയറെങ്കിൽ ഇത് സെക്ഷണൽ ഹൈറ്റ്. ഓക്കെ, ഇവിടെ ഇൻറ്റേർണൽ ഡയമീറ്റർ ഉണ്ടാവും, ഏറ്റവും പുറത്ത് എക്സ്റ്റേണൽ ഡയമീറ്റർ ഉണ്ടാവും,
അതിൻ്റെ ഒരു മൈനസ്, അതിൻ്റെ ഡിഫറൻസ് ആണ് ഇവിടെ ഈ ഒരു സെക്ഷണൽ ഹൈറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഈ സെക്ഷണൽ ഹൈറ്റും ഇതാണ് ടയർ വിഡ്ത്ത്. ഓക്കെ, ടയർ വിഡ്ത്ത് W, സെക്ഷണൽ ഹൈറ്റ് എന്ന് പറഞ്ഞാൽ H. അപ്പോൾ H/W ആ ഒരു റേഷ്യോ എടുത്തിട്ട് ഇൻറ്റു 100 ചെയ്താൽ നമുക്ക് ആസ്പെക്ട് റേഷ്യോ കിട്ടും. അപ്പോൾ ടയറിൻ്റെ മുകളിലൊക്കെ നമ്മളൊരു കോൺഫിഗറേഷൻ നമ്മൾ എഴുതി വെച്ചിട്ടുണ്ടാവും, റേഡിയൽ ടയർ ആണോ, എത്ര എയർ പ്രഷർ ഉണ്ടാവും, അതിൻ്റെ കൂടെ നമുക്ക് ഈ ഒരു ആസ്പെക്ട് റേഷ്യോ കൂടെ അവിടെ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. കമ്പയർഡ് ടു ക്രോസ് പ്ലൈ ടയേഴ്സ്, ദ റേഡിയൽ ടൈപ്പ് ടയർ ഹാസ് ദ ഡിസഡ്വാൻറ്റേജ് ഓഫ് സ്മോളർ സ്ലിപ്പ് ആംഗിൾസ്, ലോവർ റോളിംഗ് റെസിസ്റ്റൻസ്, ഹൈ കോർണറിംഗ് പവർ, അൺകംഫർട്ടബിൾ റൈഡ് അറ്റ് ലോ സ്പീഡ്സ്. അതായത് ക്രോസ് പ്ലൈ ടയേഴ്സിനെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ റേഡിയൽ ടൈപ്പ് ടയറിൻ്റെ ഡിസഡ്വാൻറ്റേജ് എന്താണെന്നാണ്, ഡിസഡ്വാൻറ്റേജ് ആണ്, ഡീമെറിറ്റ്, അതാണ് ചോദിച്ചത്. അതിൻ്റെ ആൻസർ അൺകംഫർട്ടബിൾ റൈഡ് അറ്റ് ലോവർ സ്പീഡ്സ്. ലോവർ സ്പീഡ്സിൽ അൺകംഫർട്ടബിൾ റൈഡ് ആയിരിക്കും റേഡിയൽ ടൈപ്പിന് ഉണ്ടാവുക. അപ്പോൾ ഇതിൻ്റെ പ്ലൈ അറേഞ്ച്മെൻറ്റ് നമുക്ക് നോക്കാം. ക്രോസ് പ്ലൈ എന്ന് വെച്ചാൽ ഓരോ ഫാബ്രിക് പ്ലൈസും ക്രോസ് ചെയ്തിട്ടാണ് പോയി. ഇതാണ് ടയർ. ഈ ടയറിൻ്റെ റബ്ബർ ഭാഗമാണ് നമ്മൾ സാധാരണ എപ്പോഴും കാണുക. അത് നമ്മൾ ചെത്തി പോയി കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ നമ്മൾ കാണുന്ന ഒരു അറേഞ്ച്മെൻ്റ് ആണിത്. ആ അറേഞ്ച്മെൻറ്റ് അനുസരിച്ചിട്ടാണ് ക്രോസ് പ്ലൈ ആണ് അല്ലെങ്കിൽ റേഡിയൽ ടയർ ആണെന്ന് പറയാം. ഓക്കെ, ഇപ്പോൾ ക്രോസ് പ്ലൈ ആണെങ്കിൽ ബയാസ് എന്നും പറയാറുണ്ട്, ബയാസും റേഡിയൽ അങ്ങനെ പറയാറുണ്ട്. ഇപ്പോൾ ക്രോസ് പ്ലൈ ആണെങ്കിൽ ഇവിടെ ഓരോ ഫാബ്രിക് ലൈനിങ്സും ക്രോസ് ആയി വെച്ചിട്ടായിരിക്കും ഉണ്ടാവുക. ഇവിടെ റേഡിയൽ ആണെങ്കിൽ അകത്ത് ഒരെണ്ണം സർക്കംഫറൻഷ്യലായിട്ട് ചുറ്റിയുണ്ടാവും, അതിൻ്റെ മുകളിൽ ഓരോന്നും ഇങ്ങനെ ഓവർലാപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. ഓക്കെ, ഓവർലാപ്പ് അറ്റ് ഡിഫറെൻറ്റ് ആംഗിൾസ്, ഓവർലാപ്പ് ചെയ്ത് നിൽക്കുന്നതാണ് റേഡിയൽ ടയർ, ക്രോസ് ആയിട്ട് വെക്കുന്നതാണ് ക്രോസ് പ്ലൈ ടയർ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ബൈപ്പാസ് പോർട്ട് ഇൻ എ മാസ്റ്റർ സിലിണ്ടർ ഹെൽപ്സ് ടു fill the brake fluid in the compression chamber when brakes are applied, destroy the vacuum created in the compression chamber at the moment when brake pedal is released, convey the excess fluid accumulated in the compression chamber to the reservoir after brakes are released, return the brake fluid to the compression chamber after brakes are released. So, the correct answer is convey the excess fluid accumulated in the compression chamber to the reservoir after brakes are released. സോ ബൈപ്പാസ് പോർട്ട് ഒരു മാസ്റ്റർ സിലിണ്ടറിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു പോർട്ടാണ് ബൈപ്പാസ് പോർട്ട്. എന്തിനു വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്? കൺവേ ദി എക്സസ് ഫ്ലൂയിഡ് അക്യുമുലേറ്റഡ് ഇൻ ദി കംപ്രഷൻ ചേംബർ ടു ദി റിസർവോയർ ആഫ്റ്റർ ബ്രേക്സ് ആർ റിലീസ്ഡ്. കംപ്രഷൻ ചേംബറിലുള്ള എക്സസ് ഫ്ലൂയിഡ് റിസർവോയിലേക്ക് തിരിച്ചെത്തിക്കാനാണ് ബൈപ്പാസ് പോർട്ട് ഹെൽപ്പ് ചെയ്യുന്നത്. എവിടെയാണ് ബൈപ്പാസ് പോർട്ട് നിൽക്കുന്നത് നമുക്ക് നോക്കാം. ഇതാണ് ഒരു മാസ്റ്റർ സിലിണ്ടർ അറേഞ്ച്മെൻ്റ് ആണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. നമുക്കിവിടെ ഒരു പെഡൽ അപ്ലൈ ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? ഈ ഒരു ഇൻടേക്കിൽ പോർട്ട് കൂടെ ഓയിൽ വന്ന് ഇവിടേക്ക് ഈ സ്പ്രിങ്ങിനെ കംപ്രസ് ചെയ്തിട്ട് നിറഞ്ഞിട്ട് ലൈൻസിലേക്ക് പോകും. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് അതിൻ്റെ അറേഞ്ച്മെൻറ്റ് ഉണ്ടാവുക. അപ്പോൾ ഇവിടെ ഇതിൻ്റെ ഈ ഒരു ഭാഗത്താണ് ബൈപ്പാസ് പോർട്ട് ഉണ്ടാകുന്നത്. അപ്പോൾ ഈ പെഡൽ നമ്മൾ വലിച്ചിട്ട് നമ്മൾ റിലീസ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ഈ ഇൻടേക്ക് പോർട്ട് ക്ലോസ് ചെയ്ത് പോകും. അപ്പോൾ തിരിച്ച് റിസർവോയറിലേക്ക് എത്തണ്ടേ ഈ ഓയിൽ, അതിന് വേണ്ടിയിട്ടാണ് ബൈപ്പാസ് പോർട്ട് നമ്മൾ അവിടെ വെച്ചിരിക്കുന്നത്. ഓക്കെ, ഇനി 12th ക്വസ്റ്റ്യൻ. വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഈസ് എ ഡ്രോബാക്ക് ഓഫ് ഡിസ്ക് ബ്രേക്സ് വെൻ കമ്പയർഡ് ടു ഡ്രം ബ്രേക്സ്? ഹൈ ഇൻറ്റൻസിറ്റി ഓഫ് പ്രഷർ ഓൺ ഫ്രിക്ഷൻ പാഡ്സ്, ബെറ്റർ ആൻറ്റി-ഫെയ്ഡ് ക്യാരക്ടറിസ്റ്റിക്സ്, ലോ അൺസ്പ്രിങ് വെയ്റ്റ്, ലോ തെർമൽ എക്സ്പാൻഷൻ ഓഫ് ഫ്രിക്ഷൻ സർഫസസ്. അതായത് ഡിസ്ക് ബ്രേക്ക് ഡ്രം ബ്രേക്കിനെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ഡിസ്ക് ബ്രേക്കിൻ്റെ ഡ്രോബാക്ക് അല്ലെങ്കിൽ ഡീമെറിറ്റ് അല്ലെങ്കിൽ ഡിസഡ്വാൻറ്റേജ് എന്താണെന്നാണ് ചോദ്യം. അതിൻ്റെ കറക്റ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ്. ഹൈ ഇൻറ്റൻസിറ്റി ഓഫ് പ്രഷർ ഓൺ ഫ്രിക്ഷൻ പാഡ്സ്. ഫ്രിക്ഷൻ പാഡിൻ്റെ മുകളിൽ ഹൈ ഇൻറ്റൻസിറ്റിയിലാണ് പ്രഷർ ആക്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്കെല്ലാം അറിയാം ഈ ഒരു ഡിസ്ക് ബ്രേക്ക് പിടിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് നിൽക്കും, നമ്മൾ തെറിച്ചു പോകാനുള്ളൊരു ടെൻഡൻസി ഒക്കെ ഉണ്ടാവും. അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഫ്രിക്ഷൻ പാഡിൻ്റെ മുകളിൽ ഹൈ ഇൻറ്റൻസിറ്റി പ്രഷർ ആയിരിക്കും അവിടെ അപ്ലൈ ആവാം. ഓക്കെ, now 13th question. The component of an air brake system that actuates the brake shoe cam is brake chamber, brake valve, caliper, expander. അതിൻ്റെ കറക്റ്റ് ആൻസർ ബ്രേക്ക് ചേംബർ ആണ്. അപ്പോൾ നമുക്ക് എയർ ബ്രേക്ക് സിസ്റ്റം നോക്കാം. ഇതാണ് എയർ ബ്രേക്ക് സിസ്റ്റം. ഈ എയർ ബ്രേക്ക് സിസ്റ്റത്തിൽ നിങ്ങളിവിടെ 6 എന്ന് കാണുന്ന പോർഷൻ കണ്ടോ, 6 എന്ന് കാണുന്ന പോർഷനാണ് ബ്രേക്ക് ചേംബർ. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ ചോദിച്ച ക്വസ്റ്റ്യൻ കണ്ടില്ലേ, കമ്പോണൻറ്റ് ഓഫ് എയർ ബ്രേക്ക് സിസ്റ്റം ദാറ്റ് ആക്ച്വേറ്റ്സ് ദി ബ്രേക്ക് ഷൂ ക്യാം.
ഇപ്പോൾ ബ്രേക്ക് ഷൂ ക്യാം ആക്ച്വേറ്റ് ചെയ്യുന്നത് കണ്ടില്ല, ഇതാണ് ബ്രേക്ക് ഷൂ ക്യാം ഉണ്ടാകുന്നത്. ഇവിടെ നിന്ന് ഈ ഒരു 6 എന്ന് പറഞ്ഞാൽ ബ്രേക്ക് ചേമ്പറാണ് ഈ ക്യാമിനെ ആക്ച്വേറ്റ് ചെയ്യുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ദ പേർപ്പസ് ഓഫ് സർക്കംഫറൻഷ്യൽ ഫിൻസ് കൺസ്ട്രക്റ്റഡ് ഓൺ ദി ഔട്ടർ പെരിഫറി ഓഫ് ദ ബ്രേക്ക് ഡ്രം ഇസ് ടു reduce the weight of the drum, reduce the brake noise, guarantee uniform intensity of pressure, lower the brake operating temperature. അതിൻ്റെ കറക്റ്റ് ആൻസർ നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ്, ലോവർ ദി ബ്രേക്ക് ഓപ്പറേറ്റിംഗ് ടെമ്പറേച്ചർ. നമ്മൾ തൊട്ട് മുന്നത്തെ ചെയ്തൊരു വീഡിയോയിൽ ഉണ്ടായിരുന്നു ഫിൻസ് എന്തിനാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഫിൻസ് എന്ന് പറഞ്ഞാൽ എന്തിനാണ് യൂസ് ചെയ്യുന്നത്, കൂടുതൽ ക്രോസ് സെക്ഷണൽ ഏരിയ വരുമ്പോൾ എന്ത് സംഭവിക്കും, കൂടുതൽ തെർമൽ കണ്ടക്ടിവിറ്റി അവിടെ ഉണ്ടാവും, അതിലൂടെ ഒരുപാട് ഹീറ്റ് നമുക്ക് ഡിസിപ്പേറ്റ് ചെയ്യാൻ സഹായിക്കും. അത് തന്നെയാണ് ഫിൻസിൻ്റെ, നമ്മൾ ഫിൻസ് വെക്കുന്ന കാരണം. ഇപ്പോൾ നമ്മൾ ബൈക്കിലൊക്കെ ആണെങ്കിലും നമുക്ക് ആ ഇഞ്ചിൻ്റെ മോൾഡ് ഉണ്ടാവും, ചെറിയ ചെറിയ ഫിൻസ് മാതിരി ഉണ്ടാവും. അപ്പോൾ ഫിൻസ് എന്തിനാണ് വെക്കുന്നത്, ഈ ഒരു ടെമ്പറേച്ചർ പെട്ടെന്ന് ഡിസിപ്പേറ്റ് ചെയ്ത് പോകാൻ വേണ്ടിയിട്ടാണ് ഫിൻസ് വെക്കുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ദ ടൈപ്പ് ഓഫ് റിഫ്ലക്ടർ യൂസ്ഡ് ഫോർ ഓട്ടോമൊബൈൽ ഹെഡ് ലാമ്പ് ഇസ് എലിപ്റ്റിക്കൽ, പാരബോളിക്, ഹൈപ്പർബോളിക്, സ്ഫെറിക്കൽ. അതിൻ്റെ കറക്റ്റ് ആൻസർ വരുന്നത് പാരബോളിക് ആണ്. അപ്പോൾ നമുക്ക് നോക്കാം റിഫ്ലക്ടർ എങ്ങനെയാണെന്ന് കണ്ടത്. ഇതാണ് റിഫ്ലക്ടർ. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ ലൈറ്റ് ബൾബ് ഉണ്ടാവും. ഈ ലൈറ്റ് ബൾബിൽ നിന്ന് വരുന്ന ലൈറ്റ് പുറത്തേക്ക് പോകുന്നത് ഈ റിഫ്ലക്ടറിൽ തട്ടിയിട്ടാണ് പുറത്തേക്ക് പോകുന്നത്. ആ റിഫ്ലക്ടറിൻ്റെ ആ ഷേപ്പ് എങ്ങനെയായിരിക്കും, പാരബോളിക്. കണ്ടില്ല, ഈ ഒരു ഷേപ്പ്, ഇതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഈ ഒരു ഷേപ്പ് എങ്ങനെയാണ്, പാരബോളിക്. ഇതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. An oxidation catalyst that commonly used in catalytic converters is tungsten, chromium, rhodium, platinum. അതിൻ്റെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി, പ്ലാറ്റിനം ആണ്. ഓക്കെ, എന്താണ് കാറ്റാലിറ്റിക് കൺവേർട്ടർ? കാറ്റാലിറ്റിക് കൺവേർട്ടർ എന്ന് പറഞ്ഞാൽ നമ്മൾ സൈലൻസർ, മഫ്ലർ എന്നൊക്കെ നമ്മൾ പറയുന്നില്ലേ, അതിൽ യൂസ് ചെയ്യുന്ന ഒരു കമ്പോണൻ്റ് ആണ് കാറ്റാലിറ്റിക് കൺവേർട്ടർ. അപ്പോൾ കാറ്റാലിറ്റിക് കൺവേർട്ടർ എന്ന് പറഞ്ഞാൽ നമ്മൾ എഞ്ചിന് വരുന്ന ഗ്യാസ്, കമ്പഷൻ പ്രൊഡക്ട്സ് വരുന്ന ഗ്യാസ് എന്ന് പറഞ്ഞാൽ ഹൈലി ടോക്സിക് ആയിട്ടുള്ള ഗ്യാസസ് ആണ്. അത് നമ്മൾ അറ്റ്മോസ്ഫിയറിലേക്ക് വിട്ട് കഴിഞ്ഞാൽ അത് നമുക്കൊക്കെ ജീവൻ തന്നെ ഭീഷണിയായിട്ടുള്ളൊരു സംഗതിയാണ്. ഓക്കെ, ഒക്കെ നമുക്ക് അറിയുന്ന കാര്യങ്ങളാണ്. അപ്പോൾ അതിൽ മെയിനായിട്ട് കിടക്കുന്ന പറഞ്ഞാൽ ഹൈഡ്രജൻ, കാർബൺ മോണോക്സൈഡ്, ഇവിടെ കാണാൻ കാർബൺ മോണോക്സൈഡ്, നൈട്രജൻ ഓക്സൈഡ് ഒക്കെയാണ് ഒരു എൻജിൻ്റെ എക്സോസ്റ്റിൽ വരുന്ന കമ്പഷൻ പ്രോഡക്ട്സ്. അത് ഈ ഒരു കാറ്റാലിക് കൺവേർട്ടറിലേക്ക് വരും. അപ്പോൾ കാറ്റാലിക് കൺവേർട്ടർ എന്ന് പറഞ്ഞാൽ ഒരു കെമിക്കൽ റിയാക്ഷൻ അവിടെ നടത്തും. ഈ ഒരു കമ്പഷൻ പ്രൊഡക്ട്സിന് മുകളിലൊരു കെമിക്കൽ റിയാക്ഷൻ നടത്തിയിട്ട് ടെയിൽ പൈപ്പിൻ്റെ അവിടെ നിന്ന് ആ എമിഷൻ എന്ന് പറഞ്ഞാൽ വെറും വാട്ടർ, കാർബൺ ഡൈ ഓക്സൈഡ്, നൈട്രജൻ, അതായത് നോൺ ടോക്സിക് ആയിട്ടുള്ള എലമെൻറ്റ്സ് ആയിരിക്കും അത് പുറത്തേക്ക് വിടുക. അപ്പോൾ അവിടെ ഒരു റിയാക്ഷൻ നടത്താൻ എന്ത് വേണം, കാറ്റാലിക് കൺവേർട്ടേഴ്സ്, അതായത് ഇവിടെ കാറ്റാലിക് ആക്റ്റീവ് മെറ്റീരിയൽസ് നമുക്ക് ആവശ്യമാണ്. അവിടെ ഓക്സിഡേഷൻ കാറ്റലിസ്റ്റ് ഉണ്ടാവും, അതേപോലെ റിഡക്ഷൻ കാറ്റലിസ്റ്റ് ഉണ്ടാവും. അപ്പോൾ ഇവിടെ ചോദ്യം ഓക്സിഡേഷൻ കാറ്റലിസ്റ്റ് ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന എന്താണ് എന്നാണ് ചോദ്യം. അപ്പോൾ ഇവിടെ കാണാം അലുമിനിയം ഓക്സൈഡ് Al2O3, സെറം ഓക്സൈഡ് CaO2, അതുപോലെ റയർ എർത്ത് സ്റ്റെബിലൈസേഴ്സ് PT, PD എന്നൊക്കെ കാണാം. അതിൽ PT പ്ലാറ്റിനമാണ് ഇവിടെ നമുക്ക് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ Al2O3, CO2 ഒക്കെ അതിൻ്റെ ഒരു ഓപ്ഷൻസ് തന്നെയാണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റിൽ പോവാം. As per the BIS, Bureau of Indian Standards 2000 specification, the permissible amount of sulfur content in gasoline is limited to 1000 ppm, 1500 ppm, 2000 ppm and 2500 ppm. അതിൻ്റെ കറക്റ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ എ, 1000 ppm ആണ്. ഓക്കെ, അതിൽ ppm എന്ന് പറഞ്ഞാൽ പാർട്സ് പെർ മില്യൺ. ഒരു മില്യണിൽ എത്ര പാർട്സ് ഉണ്ട്, വളരെ മൈന്യൂട്ടായിട്ടുള്ള ഒരു കണ്ടൻ്റാണ് ഇവിടെ മെൻഷൻ ചെയ്യുന്നത്. ഓക്കെ, 1000 ppm എന്ന് പറഞ്ഞാൽ വളരെ മൈന്യൂട്ടായിട്ട് ഒരു മില്യൺ എത്ര പാർട്സ്. ഓക്കെ, അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്ന ആ ഒരു യൂണിറ്റ്, പാർട്സ് പെർ മില്യൺ. അതൊന്ന് നിങ്ങളൊന്ന് നോട്ട് ചെയ്ത് വെച്ചേക്ക്. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ. An aerodynamic device mounted usually at the rear of an automobile to reduce lift at high speeds. Stabilizer rod, panhard rod, spoiler, radius rod. എൻ്റെ കറക്റ്റ് ആൻസർ വരുന്നത് സ്പോയിലറാണ്. നിങ്ങൾക്കറിയാലേ, കാറിനൊക്കെ ബാക്കിൽ നമ്മൾ സ്പോയിലേഴ്സ് വെക്കുന്നത് ഈ ഒരു എയറോഡൈനാമിക് ആ ഒരു പ്രോപ്പർട്ടിക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ നമുക്കിപ്പോൾ ഒരു കാർ ഇങ്ങനെ മൂവ് ചെയ്യുകയാണെങ്കിൽ സ്പോയിലർ വെക്കാതെ ഒരു കാർ മൂവ് ചെയ്യുന്നതാണ് നമുക്ക് ഫസ്റ്റ് കാണിച്ചിരിക്കുന്ന ഒരു ഫിഗർ. അപ്പോൾ അവിടെ ഈ എയർ ഇങ്ങനെ വന്നിട്ട് പുറകെ കൂടെ അങ്ങനെ പോകുന്ന സമയത്ത് എന്ത് സംഭവിക്കും, ഇവിടെ ഒരു ഡ്രാഗ് സംഭവിക്കും. അതായത് പിന്നോട്ട് വലിക്കുന്ന ഒരു ടെൻഡൻസി അവിടെ ക്രിയേറ്റ് ചെയ്യും.
അതിന് ഒരു എയറിൻ്റെ മൂവ്മെൻറ്റിനെ കൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നത്, സ്പോയിലേഴ്സ് വെക്കും. ഇതാണ് സ്പോയിലേഴ്സ്. ഓക്കെ, ഇവിടെ വെക്കാം അല്ലെങ്കിൽ ഇവിടെ വെക്കാം സ്പോയിലേഴ്സ്. അപ്പോൾ സ്പോയിലേഴ്സ് വെച്ച് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുകയെന്ന് വെച്ചാൽ ആ എയറിൻ്റെ ഫ്ലോൻ്റെ ഗതി, അതിൻ്റെ ഡയറക്ഷൻ അങ്ങ് മാറ്റി കൊടുക്കും. ഡയറക്ഷൻ മാറ്റി കൊടുക്കുക ഈസി ആയിട്ട് സ്മൂത്തായിട്ട് പുറത്തോട്ട് പോകുന്ന രീതിയിൽ ആക്കി മാറ്റും. അപ്പോൾ എന്ത് സംഭവിക്കും, ഇവിടെ ലോവർ ഡ്രാഗ് ആവും. അപ്പോൾ അത് ഡ്രാഗിന് നമ്മൾ കുറയ്ക്കും. ഓക്കെ, അപ്പോൾ കൂടുതൽ സ്പീഡ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു എയറിൻ്റെ റെസിസ്റ്റൻസ് ഇല്ലാതെ പോകാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന സാധനമാണ് സ്പോയിലേഴ്സ്. ഇപ്പോൾ സ്പോയിലേഴ്സൊക്കെ വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ എഫിഷ്യൻസി കൂടും. ഓക്കെ, so next question, as per Motor Vehicle Act 1988, the maximum speed limiter for motorcycle എന്ന് പറഞ്ഞാൽ 2 വീലേഴ്സ് ആണ് അവർ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, 1988 മോട്ടോർ വെഹിക്കിൾ ആക്ട് പ്രകാരം മോട്ടോർ സൈക്കിളിൻ്റെ മാക്സിമം സ്പീഡ് എത്ര എന്നാണ് ചോദ്യം. 45 km/h, 50 km/h, 55 km/h ആൻഡ് 60 km/h. അതിൻ്റെ കറക്റ്റ് ആൻസർ വരുന്നത് 50 km/h ആണ്. 50 km/h വരെ അവർ അനുവദിച്ച ഒരു സ്പീഡുള്ളൂ. ഓക്കെ, ആൻഡ് ലാസ്റ്റ് ക്വസ്റ്റ്യൻ, ആൻ ഓട്ടോമൊബൈൽ എഞ്ചിൻ ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് ക്ലോസ്ഡ് സിസ്റ്റം, ഓപ്പൺ സിസ്റ്റം, ഐസൊലേറ്റഡ് സിസ്റ്റം, ബോത്ത് ക്ലോസ്ഡ് ആൻഡ് ഐസൊലേറ്റഡ് സിസ്റ്റം. അതിൻ്റെ കറക്റ്റ് ആൻസർ വരുന്നത് ഓപ്പൺ സിസ്റ്റം ആണ്. ഇത് ഞാൻ ഓൾറെഡി ഒരു തെർമലിൻ്റെ ഒരു വീഡിയോ ഇതിൻ്റെ മുന്നേ ഞാൻ ചെയ്തിട്ടുണ്ട്. അത് നിങ്ങൾ നോക്കുക. അതൊക്കെ നമുക്ക് ഈ ഒരു ടെക്നിക്കൽ അസിസ്റ്റൻ്റ് എക്സാംസിന് അതൊക്കെ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസാണ്. അതിൽ സിസ്റ്റംസിനെ കുറിച്ചിട്ട് വളരെ ഡീപ്പായിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്കിവിടെ ഒന്ന് ജസ്റ്റ് നോക്കാം. ഓപ്പൺ സിസ്റ്റം ആണെങ്കിൽ മാസും ഹീറ്റും അല്ലെങ്കിൽ മാറ്ററും ഹീറ്റും പുറത്തോട്ടും പോകാം, ഉള്ളോട്ടും വരാം. ക്ലോസ് സിസ്റ്റം ആണെങ്കിൽ ഹീറ്റ് മാത്രം, മാസ് അതിൻ്റെ ഉള്ളിൽ തന്നെ ഉണ്ടാവും. ഹീറ്റ് ടെമ്പറേച്ചർ പുറത്തോട്ടോ വരാം അകത്തോട്ടോ വരാം. ഐസൊലേറ്റഡ് ആണെങ്കിൽ ഹീറ്റും മാസും പുറത്തോട്ടും പോകുന്നില്ല, ഉള്ളോട്ടും വരുന്നില്ല. അതായത് ഇപ്പോൾ ഒരു ഫ്ലാസ്ക് പോലത്തെ ഒരു സംഗതി. അപ്പോൾ എഞ്ചിൻ്റെ കേസ് എടുത്ത് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്കറിയാം, എഞ്ചിനിലാണെങ്കിൽ നമ്മൾ ഒരു ഹീറ്റ് എനർജി നമ്മൾ കൊടുക്കുന്നുണ്ട് അല്ലേ. ഹീറ്റ് എനർജി കൊടുക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ ഫ്യൂവൽ കൊടുക്കുന്നുണ്ട്. ഫ്യൂവൽ നമുക്ക് സ്പാർക്ക് പ്ലഗിൻ്റെ വക ഹീറ്റ് നമ്മൾ കൊടുക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഹീറ്റ് കൊടുത്തു. ഇനി പുറത്ത് നമുക്ക് എന്ത് കിട്ടി, എക്സോസ്റ്റിൽ നമുക്ക് ഹീറ്റ് കിട്ടി. അപ്പോൾ ഹീറ്റ് ട്രാൻസ്ഫർ അവിടെ നടക്കുന്നുണ്ട്. അതുപോലെ മാസമായിട്ട് നമ്മൾ ഫ്യൂവൽ കൊടുക്കുന്നു. ആ ഫ്യൂവൽ ബേൺ ചെയ്തിട്ട് അത് പുകയായിട്ട് കമ്പഷൻ പ്രൊഡക്റ്റായിട്ട് പുറത്തേക്ക് പോകുന്നു. അപ്പം മാസും അവിടെ ഇൻ്റർചേഞ്ച് ചെയ്യുന്നുണ്ട്, ബൗണ്ടറി ഇൻ്റർചേഞ്ച് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ഈ നമ്മളുടെ ഒരു എഞ്ചിൻ, ഓട്ടോമൊബൈൽ എഞ്ചിൻ എന്ന് പറയുന്നത് ഒരു ഓപ്പൺ സിസ്റ്റമാണ്. ഓക്കെ, സോ നമുക്ക് ഇന്നിപ്പോൾ ഓട്ടോമൊബൈലിൻ്റെ പാർട്ട് 4 വീഡിയോ ഇത്രയാണ്. ഇനി വീണ്ടും വീഡിയോസ് വന്നുകൊണ്ടിരിക്കും. ഇനി ഒരു മെക്കാനിക്കൽ ഒരു വീഡിയോ ആണ് ഞാൻ നെക്സ്റ്റ് ചെയ്യാൻ പോകുന്നത്. സോ നിങ്ങൾ ഈ വീഡിയോസ് കാണാൻ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, എന്നാൽ മാത്രമേ കറക്റ്റ് കണ്ടിന്യൂഷൻ കിട്ടുള്ളൂ. So study well. Thank you. All the best.